നമസ്കാരം. ചില സംഭാഷണങ്ങൾ എപ്പോഴും ഒരേ രീതിയിലുള്ള വഴക്കിൽ അവസാനിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവസാനം നോക്കുമ്പോൾ രണ്ടുപേർക്കും വിഷമമോ ദേഷ്യമോ ഒക്കെ ആയിരിക്കും ബാക്കിയുണ്ടാവുക. നമ്മളെല്ലാവരും ഇടയ്ക്കിടെ ഇങ്ങനെ ചില സംഭാഷണങ്ങളിൽ അകപ്പെട്ടു പോകാറുണ്ടല്ലേ? അപ്പോൾ ഈ ആവർത്തനങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചില ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ എത്രയൊക്കെ ശ്രമിച്ചാലും സംഭാഷണം ഒരു വഴക്കിൽ ചെന്ന് അവസാനിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എപ്പോഴും ഒരേ തർക്കങ്ങൾ, അതേ വാക്കുകൾ, അവസാനം അതേ നിരാശ. ഈയൊരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷേ അറിയാമോ, ഇതിനൊരു ശാസ്ത്രീയമായ കാരണമുണ്ട്. മനഃശാസ്ത്രത്തിലെ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നൊരു ശാഖയുണ്ട്. മനുഷ്യരുടെ സംസാരരീതികളെയും പെരുമാറ്റത്തെയുമൊക്കെ പഠിക്കുന്ന ഒരു മേഖലയാണത്. അവിടെ ഇതിനൊരു പേര് പറയും, സൈക്കോളജിക്കൽ ഗെയിംസ്. ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് കളിക്കുന്നൊരു കളിയല്ല, മറിച്ച് നമ്മുടെ ഉപബോധ മനസ്സിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നൊരു പാറ്റേണാണ്. ഓരോ തവണയും ഒരേപോലെ തുടങ്ങി ഒരേപോലെ അവസാനിക്കുന്ന ഒരു നാടകം പോലെ. അപ്പോൾ എന്തിനാ നമ്മളിങ്ങനെ നെഗറ്റീവായി അവസാനിക്കുന്ന കളികളിൽ ഏർപ്പെടുന്നത്? ഇതിന്റെ പ്രധാന ലക്ഷ്യം ആ സംഭാഷണത്തിൽ ജയിക്കുക എന്നതൊന്നുമല്ല. ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിക്കാലത്തെ വികാരങ്ങളൊക്കെയുള്ളൊരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. അതിനെക്കുറിച്ച് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണിത്. ആരെങ്കിലും നമ്മളെ ഒന്ന് പരിഗണിക്കണം എന്നൊരു തോന്നൽ. അത് ചിലപ്പോൾ വഴക്കിട്ടാണെങ്കിൽ പോലും ആ ശ്രദ്ധ കിട്ടിയാൽ മതി. ശരി, അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങി നോക്കാം. ഈ ഗെയിമുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നൊരു ആശയമുണ്ട്. അതാണ് ഡ്രാമ ട്രയാങ്കിൾ. മിക്കവാറും എല്ലാ സൈക്കോളജിക്കൽ ഗെയിമുകളിലും ഈ 3 കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ കഥാപാത്രമാണ് ഇര, അതായത് വിക്ടിം. അയ്യോ, ഞാൻ പാവമാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നായിരിക്കും എപ്പോഴും ഇവരുടെ ഒരു ലൈൻ. രണ്ടാമത്തത് രക്ഷകൻ അഥവാ റെസ്ക്യൂവർ. ആരും ചോദിക്കാതെ തന്നെ എല്ലാവരെയും സഹായിക്കാൻ ഓടിച്ചെല്ലുന്ന ഒരാൾ. പിന്നെ മൂന്നാമതൊരാളുണ്ട് പീഡകൻ അല്ലെങ്കിൽ പേഴ്സിക്യൂട്ടർ. മറ്റുള്ളവരെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും എല്ലാം നിങ്ങളുടെ തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്നയാൾ. ഈ 3 റോളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടാണിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരും സ്ഥിരമായി ഒരു റോളിൽ നിൽക്കുന്നില്ല എന്നതാണ്. ഒരു സംഭാഷണത്തിനിടയിൽ തന്നെ നമ്മൾ ഈ റോളുകളിലൂടെ മാറി മാറി സഞ്ചരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാളെ സഹായിക്കാൻ ചെല്ലുന്ന രക്ഷകൻ അവരാ സഹായം വേണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് അവരെ കുറ്റപ്പെടുത്തുന്ന പീഡകനായി മാറുന്നത് കണ്ടിട്ടില്ലേ? അതുതന്നെ സംഭവം. ഓക്കെ, തിയറിയൊക്കെ മതി. നമുക്ക് റിയൽ ലൈഫിൽ നടക്കുന്ന ചില ഉദാഹരണങ്ങൾ നോക്കിയാലോ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആഹാ, ഇതെനിക്കും സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു ഗെയിമാണ് അതെ പക്ഷേ എന്ന് പറയുന്നത്. ഒരാൾ നമ്മളോടൊരു പ്രശ്നം പറയും. നമ്മൾ നല്ല മനസ്സോടെ അവർക്ക് കുറേ പരിഹാരങ്ങൾ നിർദ്ദേശിക്കും. പക്ഷേ അവർ നമ്മൾ പറയുന്ന ഓരോ പരിഹാരത്തിനും ഓരോ തടസ്സം പറയും. അതെ, അത് ശരിയാണ്, പക്ഷേ എന്നാവർത്തിച്ചുകൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ അവർക്കൊരു പരിഹാരമല്ല വേണ്ടത്, മറിച്ച് നമ്മുടെ എല്ലാ പരിഹാരങ്ങളെയും തോൽപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അടുത്തത് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒന്നാണ് നിങ്ങളില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കാരണമാണ് എന്ന ഗെയിം. സ്വന്തം ജീവിതത്തിലെ എന്തെങ്കിലും പരാജയങ്ങൾക്ക് മറ്റൊരാളെ ഉത്തരവാദിയാക്കുന്ന ഒരു രീതിയാണിത്. നിങ്ങൾ കാരണമാണ് എനിക്കിത് ചെയ്യാൻ പറ്റാതെ പോയത് എന്ന് പറഞ്ഞ് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് പതിയെ അങ്ങൊഴിഞ്ഞു മാറും. ശരി, അപ്പം നമ്മൾ പ്രശ്നം തിരിച്ചറിഞ്ഞു, ഉദാഹരണങ്ങളും കണ്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എങ്ങനെ ഈ ഗെയിമുകളിൽ നിന്ന് പുറത്തുകടക്കാൻ പറ്റും? എങ്ങനെ ഈ ആവർത്തനങ്ങളുടെ ചക്രം നമുക്ക് ഭേദിക്കാൻ കഴിയും? ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി വളരെ ലളിതമാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഈ സംഭാഷണം ഒരു ഗെയിമിലേക്ക് നീങ്ങുന്നു എന്ന് തിരിച്ചറിയുക എന്നതാണ്. ആ നിമിഷം തന്നെ നമ്മുടെ വികാരങ്ങളിൽ നിന്ന് മാറി വസ്തുതകളെക്കുറിച്ച് ചിന്തിക്കുന്ന അഡൾട്ട് ഈഗോ സ്റ്റേറ്റിലേക്ക് ബോധപൂർവം മാറുക. അതായത് ഒരു മുതിർന്ന വ്യക്തിയെപ്പോലെ കാര്യങ്ങളെ വിവേകത്തോടെ സമീപിക്കുക. പിന്നെ ആ നാടകത്തിൽ പങ്കുചേരാതെ വസ്തുതകൾ മാത്രം സംസാരിച്ച് പതുക്കെ അവിടെ നിന്നും പിന്മാറുക. വെറുതെ കേട്ടുപോകാനുള്ളതല്ലല്ലോ ഈ അറിവ്. നമുക്കിത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ഒരു ചെറിയ പരിശീലനം ചെയ്തു നോക്കിയാലോ? അപ്പോൾ ഇന്നത്തേക്കുള്ള നിങ്ങളുടെ ടാസ്ക് ഇതാണ്. ഇന്ന് നിങ്ങൾ നടത്തുന്ന സംഭാഷണങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക. ആരെങ്കിലും നിങ്ങളോട് ഒരു പ്രശ്നം പറഞ്ഞ് അതെ പക്ഷേ എന്ന കളി തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേതെങ്കിലും ഗെയിമിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നിരീക്ഷിക്കുക. അങ്ങനൊരു സാഹചര്യം വന്നാൽ രക്ഷകന്റെ റോൾ ഏറ്റെടുത്ത് ഉപദേശങ്ങൾ വാരിക്കോരി കൊടുക്കുന്നതിന് പകരം വളരെ ശാന്തമായി ഒരു അഡൽട്ട് എന്ന നിലയ്ക്ക്, അതായത് പക്വതയോടെ അവരോട് ഈയൊരു ചോദ്യം ചോദിക്കുക. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അല്ലെങ്കിൽ ഇതിന് എന്ത് പരിഹാരമാണ് നിങ്ങൾ കാണുന്നത്? ഈ ഒരൊറ്റ ചോദ്യം മതി ആ ഗെയിമിന്റെ ഘടനയെ തകർക്കാൻ. കാരണം നിങ്ങൾ രക്ഷകനാകുന്നില്ല, അവരെ ഇരയായും കാണുന്നില്ല. പകരം സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ അവരെ പ്രാപ്തരാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്.
അപ്പൊ കണ്ടില്ലേ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ സംഭാഷണങ്ങൾക്ക് പിന്നിലുള്ള ഈ അദൃശ്യമായ തിരക്കഥകൾ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാകും. ഇനി ചോദ്യം ഇതാണ്, ഈ അറിവ് ഉപയോഗിച്ച് നിങ്ങളുടെ ബന്ധങ്ങളിലെ ആവർത്തിക്കുന്ന ഈ നാടകങ്ങൾ എങ്ങനെ മാറ്റിയെഴുതാനാണ് നിങ്ങൾ ശ്രമിക്കാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.